നമ്മുടെ കയ്യിൽ ഒരു വലിയ തെർമോകോൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ തെർമോകോൾ ഡെക്കോറാക്കി മാറ്റിയിടുന്നത് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ. അപ്പൊ നമ്മളിത് വോൾപുട്ടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് കണ്ടാക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മൾ തെർമോകോളാണ് ചെയ്തിട്ടേക്കണേ. അപ്പൊ നമുക്ക് ഡബിൾ ടേപ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ വോളിലേക്ക് സിമ്പിൾ ആയിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അതേ നോക്കിയത് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. വെളിച്ചുണ്ടായിരുന്നു മോളെ. അപ്പൊ അത് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ഒട്ടിച്ചെടുക്കാം. അപ്പൊ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് നിങ്ങളുടെ വോളിൽ നമുക്ക് ഇതുപോലെ സെറ്റ് ആക്കി എടുക്കാം. അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോയിലേക്ക് വേഗം തന്നെ പോകാം. കാശി ഹായ് പറഞ്ഞേ. കാശി ഹായ് പറയില്ല. കാശി ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് നിന്ന റൂബിക്ക് പുളിയാ എന്നിട്ടൊക്കെ തിന്നോണ്ടിരിക്കണ്ട. നല്ല മൂഡിലല്ല. എന്നാ ബായ് പറഞ്ഞേ. ഇല്ല ഒന്നും പറയത്തില്ല. അപ്പൊ ഞങ്ങൾ നേരെ ഇത് ഉണ്ടാക്കണ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളുടെ വോൾപുട്ടി എടുത്തിട്ട് വെള്ളം ചേർത്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നും ചെയ്യാനില്ല. നമ്മുടെ വോൾപുട്ടി വെള്ളത്തിൽ കുഴച്ചത് കുറച്ച് കലക്കിതേ ഇതുപോലത്തെ ഒരു പരുവാക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ തെർമോക്കോളിൻ്റെ മുകളിലേക്ക് നമ്മളിതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡാക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒറ്റ ലെയറായിട്ട് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് വലിച്ച് എന്തെങ്കിലും ഒരു സാധനം വലിച്ചിട്ട് നന്നായിട്ടൊന്ന് വാൾപുട്ടി എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള ഡെക്കോർസ് നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട് നമുക്ക് ചിലവാക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഡെക്കോർസ് ആക്കി വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് തന്നെ ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാം. 3,000-4,000 രൂപയൊക്കെ നമുക്ക് ഇതിന് പുറത്തുനിന്ന് ഇത്രയും വലിയൊരു ഡെക്കോർ വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ കാശിക്കുട്ടനെ ഞാനും കൂടി ഇതേ ഈ നമ്മുടെ തെർമോക്കോളിനകത്തേക്ക് ഫുൾ വോൾപുട്ടി ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒറ്റ ലെയറായിട്ട് അടിച്ചു കൊടുക്കേണ്ട. അപ്പോൾ 40 രൂപയാണ് നമ്മുടെ വോൾപുട്ടിക്ക് ആവുക. പക്ഷേ അതിൻ്റെ പകുതി പോലും നമുക്ക് അതിൻ്റെ എടുക്കേണ്ട ആവശ്യം നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ നീളമുള്ള ഒരു തെർമോക്കോളാണ് നമ്മൾ എടുത്തേക്കുന്നത്. കട്ടിയുള്ള വേറെ എന്ത് ബേസ് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ തെർമോക്കോൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ തെർമോക്കോൾ എടുത്തത്. അപ്പോൾ നമ്മൾ തെർമോക്കോളിനകത്തേക്ക് മുഴുവനും വോൾപുട്ടി ഇതുപോലെ അടിച്ചു കൊടുക്കേണ്ട. കാശിക്കുട്ടൻ എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കോലം കാണാനുണ്ട്. അവൻ്റെ മേത്ത് നിറച്ചും വോൾപുട്ടി ഇതേ ഷർട്ടിലൊക്കെ ആയിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അവനെ ഓടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ നല്ല താഴെ കിടന്ന് നൊറവിളിക്കും. അതുകൊണ്ടാണ് അവനെയും കൊണ്ടുവന്നിട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ അവനും കൂടിയിട്ടേന്ന് വിചാരിച്ചു. ഞാൻ ചെയ്യണതൊക്കെ അവനെ എല്ലാ ദിവസവും കാണാറുണ്ട്. പക്ഷേ ഇത് അവൻ ആദ്യമായിട്ടാണ് ഞാൻ വോൾപുട്ടി ചെയ്യണ സമയത്ത് അവനെ കൂടെ ഇരുത്തിയത്. അതുകൊണ്ട് അവൻ മേത്ത് മുഴുവനാക്കി. അപ്പോൾ ഇനി മേലെ ഞാൻ അവനെ വോൾപുട്ടി കൊണ്ട് വർക്ക് ചെയ്യണ സമയത്ത് അവനെ അടുത്തിരുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വോൾപുട്ടി എല്ലായിടത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. കണ്ടോ. അപ്പം നല്ല രീതിയിൽ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. താഴെ മുകളിലൊക്കെ നല്ല രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കുക. ഇത് ഉണങ്ങണേക്ക് മുമ്പ് തന്നെ നമുക്ക് അടുത്ത വർക്ക് ചെയ്യണം. അപ്പം നിങ്ങൾ വോൾപുട്ടി കുഴച്ച് വെച്ചിട്ട് ഒരു 2 അവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾ ചെയ്യാനുള്ള വർക്ക് എന്താ ഉദ്ദേശിക്കണേന്നുള്ളത് ചെയ്തെടുത്തോളാം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കട്ടയായി പോകട്ടെ. പിന്നെ വെള്ളം ചേർത്ത് നമുക്ക് മിക്സാക്കിയൊക്കെ ചെയ്യാം. പക്ഷേ ഫസ്റ്റ് തന്നെ കുഴക്കണ ഒരു ടെക്സ്ചർ ഒരു പരുവം നമുക്ക് പിന്നെ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാനെടുക്കുന്ന സമയത്ത് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബോർഡർ പോലെ വെക്കാം. അപ്പോൾ അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ 4 വശത്തും നമ്മുടെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ നമ്മുടെ വോൾപുട്ടി ഫുള്ളാക്കി ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കറക്റ്റ് ലെവലൊന്നും ആവണമെന്നില്ല. ഇതുപോലെ ആക്കി എടുത്താൽ മതി. നമ്മളൊരു ചീപ്പ് എടുത്തിട്ടുണ്ട്. ചീപ്പ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് റൗണ്ട് ആക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ചെറിയൊരു റൗണ്ടിൻ്റെ ഇതുപോലെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചീപ്പ് വെച്ചിട്ട് തന്നെ നമ്മൾ എല്ലായിടത്തും ഈ തെർമോക്കോളിൻ്റെ ഫുൾ ഭാഗത്തായിട്ട് നമ്മൾ പല റൗണ്ട് ഇട്ട് കൊടുക്കണ്ട്. ഒന്നിന് മുകളിൽ ഒന്നായിട്ടും താഴെ വന്ന രീതിയിലൊക്കെ നമ്മൾ ഈ ചീപ്പ് വെച്ചിട്ട് നമ്മൾ റൗണ്ട് ഇട്ട് ഫുള്ളാക്കി കൊടുക്കുക. അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള തെർമോക്കോളിൻ്റെ വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. പല ഡിസൈൻസ് ചെയ്തിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പരിതാമസത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പം നല്ലൊരു യൂണിക് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നല്ല റിച്ച് ലുക്കിലുള്ളതാണ്. അപ്പോൾ അവർക്ക് സന്തോഷമാവും, നമുക്ക് സന്തോഷമാവും. പിന്നെ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഡബിൾ ടേപ്പ് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിത് തെർമോക്കോളിലാണ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട് വേണം നമ്മളത് എവിടേക്കെങ്കിലും ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് പല ആക്രിലിക് പെയിൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ബ്ലൂ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാജന്ത യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്ലൂവിൻ്റെ തന്നെ ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാച്ചായിട്ടുള്ള കളേഴ്സ് നോക്കിയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് മാച്ചായിട്ട് തോന്നിയിട്ടുള്ള കളേഴ്സാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഇത് ബ്രൗൺ കളറാണ് ശരിക്കും. ഇതിനകത്ത് എടുക്കുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇതിനകത്തൊന്ന് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2 ഡബിൾ ഷെയ്ഡ് ആയിട്ടൊക്കെ വരുന്നുണ്ട് വെള്ളം കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ.
അപ്പോൾ കുറച്ചൊരു ഭംഗി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിലും വെള്ളം ചേർത്തിട്ടാണ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണേ. വെള്ളവും ചേർത്തിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലാതെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഉണങ്ങി കഴിയുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗോൾഡൻ കളറിലെ പെയിൻറ്റ് അല്ലെങ്കിൽ പൗഡർ യൂസ് ചെയ്തിട്ട് ആക്രിലിക്കിൻ്റെ തന്നെ കേട്ടോ, അത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കേണ്ടത്. അപ്പം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ചിലവാകുന്നത് വോൾപുട്ടിയുടെ 50 രൂപയിൽ പകുതി പൈസ, 50 രൂപയിൽ 40 രൂപയിൽ പകുതി പൈസയും പിന്നെ കുറച്ച് ആക്രിലിക് പെയിൻറ്റിൻ്റെ പൈസയാണ് കേട്ടോ. അപ്പം ഇത്രയും വെച്ചിട്ട് നമുക്ക് കിഡിലിന് ഒരു ഡെക്കോർ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കും. ഇതുണ്ടാക്കി സെല്ല് ചെയ്യുകയും ചെയ്യാം. സെല്ല് ചെയ്യുന്ന വഴി നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കലായിട്ട് കൂട്ടുകാരെ. അപ്പോൾ ഇതിന് നല്ല അടിപൊളി കണ്ടന്റ് ആയിട്ട് അടുത്ത ദിവസം വരുമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ. താങ്ക് യു.